തിരുവനന്തപുരം മണക്കാട് ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി ക്ഷേത്രം പൂജാരി അരുൺ പോറ്റി. ക്ഷേത്ര പൂജകളടക്കം മുടക്കിയാണ് അറസ്റ്റ് ചെയ്തത്. ചെയ്യാത്ത കുറ്റത്തിലാണ് അപമാനമുണ്ടായതെന്നും ഇനി ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതിലും ഭേദമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം വിഷയത്തിൽ പോലീസിനെതിരെ പരാതി നൽകിയതായി ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ജനം ടിവിയോട് പറഞ്ഞു. മണക്കാട് മുത്തുമാരി ക്ഷേത്രത്തിൽ ക്ഷേത്ര പൂജാരി അരുൺ പോറ്റിയെ ഇന്നലെ വൈകിട്ടാണ് പൂന്തുറ പോലീസ് എത്തി വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. മുൻപ് ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അരുൺ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോയത്. പോലീസ് വിളിച്ചിട്ടുണ്ടെന്നും ഇന്ന് രാവിലെ സ്റ്റേഷനിലെത്താൻ ഇരിക്കെയാണ് പോലീസ് തന്നോട് മോശമായി പെരുമാറിയതെന്നും അരുൺ പോറ്റി പറഞ്ഞു. വിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുപോയതിൽ മനോവിഷമമുണ്ടെന്നും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷൺമുഖ ASI ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ 10:30 ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെ 10:30 ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്വേഷണത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊഴിയെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല, വണ്ടി കയറിയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ അമ്പലം നട അടച്ചിട്ട് വന്നാൽ പോരെ, അത് പറ്റില്ല, ഇപ്പം തന്നെ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് അവമാനം സഹിക്കണ കാര്യം ഇനി ആത്മഹത്യ എനിക്ക് വഴിയുള്ളൂ. വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോയത്. ഒരു കുറ്റവാളി കുറ്റം ചെയ്തതിന് പോലെയാണ് വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോയത്. അതേസമയം പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷേത്ര ട്രസ്റ്റും അരുൺ പോറ്റിയും ACPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ട്രസ്റ്റിനെ അറിയിക്കാതെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ക്ഷേത്ര പൂജകളടക്കം മുടങ്ങിയെന്നും ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് നന്ദകുമാർ പറഞ്ഞു. ഒരു ട്രസ്റ്റിന്റെ കീഴിൽ ഇറങ്ങുന്ന ഒരു അമ്പലമാണ്. അവിടെ വന്ന് പെട്ടെന്ന് ഏത് കുറ്റവാളിയായിരുന്നാലും ഒന്നിൻ്റെ ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും മെമ്പർമാരെ, സെക്രട്ടറി, പ്രസിഡന്റോ ആരെങ്കിലും വിളിക്കും. ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ഒരു സംഘം ഈ മോഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന പോലെയാണ് പോറ്റിയും കൂടി കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ആരാധന ക്ഷേത്രങ്ങളിൽ ഇതിൽ ഇങ്ങനെ പോറ്റിയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇതിന് ശക്തമായ ഒരു നടപടിയെടുക്കാൻ വേണ്ടി നമ്മൾ അന്ന് അടിയന്തരമായിട്ട് കമ്മിറ്റി കൂടി തീരുമാനിച്ച് അങ്ങനെയാണ് പോറ്റിയിരുന്ന് ഞങ്ങൾ പരാതി എഴുതി വാങ്ങിച്ച് ട്രസ്റ്റിൻ്റെ ഒരു പരാതിയുമായിട്ട് ACPക്ക് വിളിച്ചുവരുത്തി കൊടുത്തു. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളുണ്ടായെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ജനം ടിവിയോട് പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.